ഏറ്റവും നിർണായകമായി ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ലഭിക്കുന്ന വിവരം. ജാമ്യം ലഭിച്ചിരിക്കുന്നു, കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സിബി, ജാമ്യം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു വിധി വന്നിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വിധി വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിധി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിർണായകമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ നിമിഷം കൂടിയാണ്. ഇത് നമ്മുടെ സിസ്റ്ററുടെ സഹോദരനാണ്. കഴിഞ്ഞ 8 ദിവസമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കഴിഞ്ഞിരുന്നു. രാവിലെ കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. ഞങ്ങൾ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, അവരോട് പറഞ്ഞു, ഇനി ഞങ്ങൾ വീണ്ടും ഇവിടെ വരും, ഞങ്ങൾ നിങ്ങളെ റിലീസ് ചെയ്ത് നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. വലിയ സന്തോഷം. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ ഒരു അല്പ ആശ്വാസമാണ്. പക്ഷേ ഇനിയും നടപടിക്രമങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കേസുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സന്തോഷമാണ്, കേരളത്തിന്റെ ആകെ സന്തോഷം. തീർച്ചയായും വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം ഉണ്ട്. ഇവിടെ ജോൺ ബ്രിട്ടാസ് എം പിമാരൊക്കെ അവരുമായി സംസാരിച്ചു. വളരെയധികം സന്തോഷമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ മുതൽ പ്രതീക്ഷയോടെയാണ്. ഇന്നലെ കിട്ടേണ്ടിയിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനം പ്രോസിക്യൂഷൻ ഒബ്ജക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നലെ കിട്ടേണ്ടതാണ്. ഇന്നലെ കിട്ടേണ്ട ബെയിൽ ഒരു ദിവസം വൈകിപ്പിച്ചു. ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ് ഇന്നലെ കിട്ടുമെന്നുള്ളത്. ഞങ്ങളിവിടെ കാത്തുകെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ രാവിലെ ഞങ്ങൾ 9:30 അവരെ കണ്ടു. 9 അവരെ കണ്ടപ്പോൾ ഈ കോടതിയിൽ നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. ഞങ്ങളൊരു കാര്യം ഉറപ്പ് നൽകി, നിങ്ങൾക്ക് ബെയിൽ കിട്ടുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും, നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സിസ്റ്ററിന്റെ ബ്രദറാണ്. ഇവിടെ ജോസഫ് നിൽക്കുന്നത്. ഏതൊക്കെയാലും അദ്ദേഹം പറഞ്ഞു, വാക്കുകളില്ല, ഏതൊക്കെയാലും സത്യം ജയിച്ചു. നമുക്ക് അല്പം ആശ്വാസം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മദർ തെരേസമാരെ ഈ പറയുന്ന ജയിലിൽ അടച്ചത് നമ്മുടെ മതേതര ഭാരതത്തിന് തന്നെ കളങ്കം സൃഷ്ടിച്ചതാണ്. ഇത് 8 ദിവസം കഴിഞ്ഞ് തടങ്കിൽ കിടക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചു. പക്ഷേ അത് മാത്രം പോരാ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കുറ്റക്കാരനല്ല എന്ന് കണ്ട സ്ഥിതിക്ക് അവർ തന്നെ എഴുതി കൊടുക്കണം, ഈ ഭരണകൂടം എഴുതി കൊടുക്കണം കുറ്റക്കാരനല്ല എന്ന്. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തുള്ളൂ. അതിനുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വർഗീയ കക്ഷികൾ അവരെ അക്രമം പോലീസിന് മുമ്പിൽ നടത്തിയപ്പോൾ ആ പോലീസ് കേസെടുക്കണം, അവർക്കെതിരെ ഈ അക്രമം നടത്തിയ വർഗീയ കക്ഷികൾക്കെതിരെ കേസെടുക്കണം, അതിനുവേണ്ടിയുള്ള നടപടികളും എടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. ഇതൊരു സഹനത്തിൻ്റെ ഒരു സൂചനയാണ്. ഇത് 2 സിസ്റ്റേഴ്സിൻ്റെ അല്ല, ഒരു സമൂഹത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ അവകാശത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് 2 കാര്യമാണ്. ഒന്ന്, കേരളത്തിന്റെ ആകെ വിജയമാണ്. രണ്ടാമത്തെ കാര്യം, ഇവരിപ്പോ പുറത്തിറങ്ങുന്നത് മാത്രമല്ല, ഇവർക്കെതിരെ കേസെടുക്കാൻ പോവാണ്, എഫ്ഐആർ ഇടാൻ പോവാണ് നമ്മൾ. തീർച്ചയായും അത് തന്നെയാണ് വളരെ സന്തോഷകരമായ, അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ശുഭവാർത്ത തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചെന്നുള്ളത്. 8 ദിവസത്തിന് ശേഷം 9ാം ദിവസം ഇന്നിപ്പോൾ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങാൻ പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായി. ഇവിടെ ഈ 2 കന്യാസ്ത്രീമാരുടെയും സഹോദരന്മാരുണ്ട്. അവർ കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിധിയെ അവർ എതിരേറ്റത്. എന്തായാലും കഴിഞ്ഞ 8-9 ദിവസമായി അവർ ഇവിടെയായിരുന്നു, വളരെയധികം സങ്കടത്തിലായിരുന്നു. ഇന്ന് രാവിലെ അവർക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഇവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.